മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 15 ബുധനാഴ്ച. സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരണം കൊണ്ട് മതിയാക്കാതെ വേറെയും അധാർമിക ചെയ്തികളിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് TMCയുടെ ജയസാധ്യത കുറയ്ക്കാനുള്ള BJPയുടെ തന്ത്രങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ബംഗാളിൽ നിന്നൊരു പാഠം. ഏപ്രിൽ 23-നും 29-നും 2 ഘട്ടങ്ങളിലായി നിശ്ചയിച്ചിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ BJPയുടെ വൻ തോക്കുകളുടെ പങ്കാളിത്തത്തോടെ പ്രചണ്ഡമായി തുടരവേ ഇലക്ഷൻ സ്വതന്ത്രവും നീതിപൂർവവുമായി നടക്കുമോ എന്ന കടുത്ത ആശങ്ക തുടരുകയാണ്. ഫെബ്രുവരി 28-ന് പ്രഖ്യാപിക്കപ്പെട്ട SIR പട്ടിക പ്രകാരം മൊത്തം 7.04 കോടി സമ്മതിദായകരാണ് ബംഗാളിലുള്ളത്. 91 ലക്ഷം വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്ത് എന്നാണ് ഉയർന്ന പരാതി. 60.66 ലക്ഷം വോട്ടർമാരെ പരിശോധനയിലുള്ളവർ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയത്. മൊത്തം വോട്ടർമാരിൽ 8.3% വരും ഇവരുടെ സംഖ്യ. ഇത് അങ്ങേയറ്റം ഖേദകരവും മനുഷ്യത്വ വിരുദ്ധവുമാണെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിച്ചതേയില്ല. ഒടുവിൽ പരാതികൾ സുപ്രീം കോടതിയിലേക്ക് പ്രവഹിച്ചതോടെയാണ് പരാതിക്കാരെ കേൾക്കാനും പരിഹാരമുണ്ടാക്കാനും പരമോന്നത കോടതി ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. അവർ സാധ്യമായ അളവിൽ പരിശോധിച്ചപ്പോൾ 27 ലക്ഷം പേരുടെ പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ട് അവരോട് ട്രൈബ്യൂണലുകളെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പക്ഷേ പ്രഖ്യാപിക്കപ്പെട്ട പോളിംഗ് തീയതികൾക്ക് മുമ്പ് ന്യായമായ ഈ പരാതികൾ യഥാവിധി പരിശോധിക്കാനോ അവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനോ ആവില്ലെന്നതാണ് തെളിഞ്ഞുകഴിഞ്ഞ സത്യം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലാണ് കൂട്ടത്തോടെയുള്ള വെട്ടിമാറ്റൽ നടന്നിരിക്കുന്നത് എന്നതിൽ നിന്നു തന്നെ ഏറെ ആസൂത്രിതമായി നടത്തപ്പെട്ട ശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗമാണിതെന്ന് വ്യക്തം. BJP അധികാരത്തിൽ വന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ രാജ്യത്തു നിന്ന് പുറന്തള്ളുമെന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആവർത്തിച്ചുള്ള വാഗ്ദാനങ്ങൾ തീവ്ര ഹിന്ദുത്വത്തിന്റെ പരോക്ഷ ലക്ഷ്യം അനാവരണം ചെയ്യുന്നു. അതോടൊപ്പം 15 വർഷമായി തുടരുന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണം എவ்விധവും അവസാനിപ്പിച്ച് സംസ്ഥാന ഭരണം കാവിപ്പടയെ ഏൽപ്പിക്കാൻ ഉടനടിയുള്ള പരിപാടിയിലെ പ്രഥമ ഘട്ടമാണിതെന്നും വ്യക്തമാണ്. കാരണം 3.5 പതിറ്റാണ്ട് കാലം CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ബംഗാൾ ഭരിച്ചത് പ്രധാനമായും ന്യൂനപക്ഷ സമുദായത്തിന്റെ പിന്തുണയോടെ ആയിരുന്നല്ലോ. എന്നിട്ടും മാനവിക വികസനത്തിന്റെ സമസ്ത സൂചികകളിലും തങ്ങൾ പിന്നാക്കമോ അതിപിന്നാക്കമോ ആയി തുടരുന്നെന്ന നഗ്ന യാഥാർത്ഥ്യമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടാൻ ജനസംഖ്യയിൽ 27% വരുന്ന മതന്യൂനപക്ഷത്തെ പ്രേരിപ്പിച്ചത്. മനുഷ്യത്വ വിരുദ്ധവും മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയുടെ നഗ്നലംഘനവുമായ ഈ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരണം കൊണ്ട് മതിയാക്കാതെ വേറെയും അധാർമിക ചെയ്തികളിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് TMCയുടെ ജയസാധ്യത കുറയ്ക്കാനുള്ള തന്ത്രങ്ങളും BJP ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിശേഷം. കഴിഞ്ഞ ഡിസംബറിൽ പൊടുന്നനെ തൃണമൂൽ നേതാവ് ഹുമയൂൺ കബീർ ബാബരി മസ്ജിദ് എന്ന പേരിൽ ഒരു പള്ളി നിർമ്മാണ പദ്ധതിയുമായി മുർഷിദാബാദിലെ ബെൽഡംഗയിൽ പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് തുടക്കം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത മസ്ജിദ് തറക്കല്ലിടൽ പരിപാടി തന്നെ അതിഗംഭീരമായിരുന്നു. പിന്നീടാണ് ആം ജനതാ ഉന്നയൻ പാർട്ടി രൂപവൽക്കരിച്ചതായി മേപ്പടിയാൻ പ്രഖ്യാപിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ അസദുദ്ദീൻ ഉവൈസിയുടെ MIMുമായി കൂട്ടുകെട്ടുണ്ടാക്കി 150 സീറ്റുകളിൽ മത്സരിക്കുന്നതായി അറിയിക്കുന്നതും. ഇലക്ഷൻ പ്രചാരണത്തിനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് മണ്ഡലങ്ങളിലാകെ പറന്നെത്താൻ ഹുമയൂൺ കബീറിന് പൊടുന്നനെ സാധിച്ചതെങ്ങനെയാണെന്ന് ജനം അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കെയാണ് നേതാവും മറ്റൊരാളുമായി നടന്ന രഹസ്യ സംഭാഷണം തൃണമൂൽ പാർട്ടിക്കാർ തന്ത്രത്തിൽ വീഡിയോയിൽ പകർത്തി പുറത്തുവിട്ടിരിക്കുന്നത്. 1000 കോടി രൂപയുടെ ഡീൽ BJPയുമായി നടന്നെന്ന ഹുമയൂൺ കബീറിന്റെ വെളിപ്പെടുത്തൽ പുറത്തായതോടെ ഉവൈസി അയാളുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് സ്വന്തമായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൻകിട കോർപ്പറേറ്റുകളുടെ അകമഴിഞ്ഞ സംഭാവനകളുടെ ബലത്തിൽ മത്സരിച്ച് ജയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഹിന്ദുത്വ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ നിഷേധിച്ചാലും ജനം ഇതുപോലുള്ള ഡീൽ അവിശ്വസനീയമായി കരുതുകയേ ഇല്ല. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ
വോട്ടിന് നോട്ട് വിതരണം നടന്ന സംഭവം അങ്ങാടിപ്പാട്ടാണല്ലോ. സ്വസമുദായത്തെ വിരുദ്ധ ശക്തികൾക്ക് ഒറ്റുകൊടുക്കാൻ മീർ ജാഫർമാർ വേണ്ടത്രയുണ്ടെന്നതിന് ബംഗാൾ തന്നെ ചരിത്രം സാക്ഷി. ഇത്തരം രക്ഷകരെയും അവരുടെ പിന്നിൽ കളിക്കുന്ന ദുഷ്ശക്തികളെയും ജാഗ്രതയോടെ നിരീക്ഷിക്കാനും അവർ കുഴിക്കുന്ന കുഴികളിൽ വീഴാതിരിക്കാനും സമുദായ സംഘടനകളും യഥാർത്ഥ സമുദായ സ്നേഹികളും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്നാണ് പഠിക്കേണ്ട പാഠം. മാധ്യമം പോഡ്കാസ്റ്റ്.